നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തിന്റെ കുട്ടനാട് എന്ന് പറയുന്ന അങ്ങനെ ആരും പറയത്തില്ല. കൊല്ലത്തിന്റെ വിശ്വ മനോഹരം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമായിരിക്കില്ലേ. മൺട്രോത്തുരുത്തിലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ ഒരു ഈ ഒരു ഇങ്ങനൊരു വീഡിയോ വരുന്നത്. സോ അവിടെയാണ് ക്യാമറ, അങ്ങോട്ട് നോക്കി പറയും. അതെ, ഞങ്ങള് ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ട്രാവൽ വ്ളോഗ് ഒന്നും പറയാൻ പറ്റത്തില്ല. ചുമ്മാ ജസ്റ്റ് ബോട്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോണത്. സോ ബാക്കി അശ്വിൻ എന്തെങ്കിലും പറയണ്ടു? പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി ഒരു കിലോ അതെ, അശ്വിന് പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളിവിടെ യൂട്യൂബിൽ തിരക്കിന്റെ ഇടയ്ക്കാണ് നമുക്കിത് ചെയ്യുന്നത്. അതിപ്പോ നമ്മൾ കുറെ തിരക്ക് കാരണം കുറച്ച് നിർത്തിയിട്ടിരുന്നായിരുന്നു. തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ കായലിലേക്ക് ഇറങ്ങുകയാണ്. അത് മഴയായോണ്ട് മാത്രം നമ്മൾ വന്നത്, അതുകൊണ്ട് പറയണം നമ്മൾ മാത്രം നമ്മൾ വന്നെയാണ്. അതെ, നല്ലൊരു ക്ലൈമറ്റ്. ബാക്കി നിങ്ങൾ വീഡിയോ കടവിന്റെ പരിസരത്തെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുറ്റകരമാണ്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. ഗൈസ് നോക്കൂ ഗൈസ്, ഞങ്ങളിപ്പോൾ മൺട്രോത്തുരുത്തിന്റെ വെള്ളത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് പറയുമെങ്കിൽ കല്ലടയാറിന്റെ ദൃശ്യവിസ്മയമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ എ അശ്വിൻ രാജ് കൊട്ടിയം, ക്യാപ്റ്റൻ ബി സൂര്യത്ത് എസ് കൊട്ടിയം. പിന്നെ ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന ക്യാപ്റ്റന്മാർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. സോ പറയേണ്ടതാണ്. പെഡൽ ബോട്ടിന്റെ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇത് വളരെ മനോഹരമായ ഒരു യാത്രയാണ്. നിങ്ങളെ ഈ കാഴ്ചകളെ പറ്റി പറയാൻ ഇതിന്റെ ഇടയിൽ കൂടെ കമ്പും ചുള്ളിയും മുഖത്ത് കൊള്ളുമ്പോൾ എന്ത് ഫീലാണുള്ളത്? ജസ്റ്റ് മിസ്. അതുപോലെയല്ല, ഞങ്ങള് മറ്റേ ടൈറ്റാനിക്കിന് സാമ്യമുള്ള ഒരുപാട് സന്ദർഭങ്ങളോട് ഞങ്ങൾ കടന്നിട്ടുണ്ട്. അതായത് കമ്പം കൊള്ളുന്ന ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷേ ക്യാപ്റ്റന്റെ ഡ്രൈവിംഗ് ഏകദേശം 2 നോട്ടിക്കൽ മൈൽ കഴിയുമ്പോഴത്തേക്കും എന്റെ ഈ സ്ഥാനം വെച്ചു കഴിഞ്ഞ് അനന്തു എനിക്ക് ക്യാപ്റ്റൻ സ്ഥാനം വേണ്ടെന്ന് ഉറക്കെ പറയുക. കാണിക്കൂ. ഇതാണ് ഏകദേശം ഇവിടെ അനാക്കോണ്ട ഉണ്ടെന്നാണ് ഗൈസ്. ഇത് എഞ്ചിനിൽ അല്ല പ്രവർത്തിക്കുന്നത്, ഇത് മാൻ പവറിലാണ് പ്രവർത്തിക്കുന്നത്. പറയുമ്പോൾ ഒരു നിസ്സാരപ്പെട്ട വണ്ടിയാണെങ്കിലും ചവിട്ടി കേല് വയ്യാണ്. അതുകൊണ്ട് ബാക്കി കാഴ്ചകൾ പുറകിലിരുന്ന് ഞങ്ങളുടെ അല്ല വരുന്നതല്ല, പുറകിലിരുന്ന് ഞങ്ങളുടെ സഹചാരി യാത്രക്കാരൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ക്യാമറ പുള്ളിയുടെ കൈമാറാണ്. മുതല പോയ വഴിയാണ് ഇവിടെ. എന്തോ ഒരു സൂര്യത്ത് ക്യാപ്റ്റൻ എന്തോ ഇവിടെ കണ്ടു, അങ്ങനെ ഒരു വണ്ടി ഒതുക്കിയതാണ്. അതുകൊണ്ട് ആ വണ്ടി ഞങ്ങൾക്ക് തോന്നുമ്പോൾ നിർത്താം, കാരണം ഇതിന്റെ ഡ്രൈവേഴ്സ് ഞങ്ങളാണ്. ഒരു 2 യാത്രക്കാർ പോകുന്നുണ്ട്. അൾട്രയായിട്ട് മാത്രമാണ് ഇത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത്. വേറെ നമ്മൾ കണ്ടില്ല. അച്ഛൻ്റെ ഡ്രൈവിംഗ് പോരാ എന്ന് എനിക്ക് നല്ല ഇതുണ്ട്. കാര്യം വെച്ചാൽ ഇത് എന്താ ബാക്കിൽ ചെന്നോ കുലുങ്ങുന്നു. ഇതിൻ്റെ ബാക്കിൽ കുലുക്കമുണ്ട്. അത് മാത്രമല്ല, ഇത് നമ്മൾ വണ്ടി കൂടി പറഞ്ഞില്ല. ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഇതിനൊരു റൂഫൊക്കെ ഉണ്ട്. റൂഫ് ഇങ്ങനെ പൊക്കി ഏകദേശം ഇങ്ങനെ ഇതോളാം റൂഫ് ഇട്ട ഏകദേശം ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ. എനിക്ക് സൂര്യത്തെ ആ വ്യൂ കൊള്ളാം കിട്ടും. അത് കൊള്ളാം കേട്ടോ, അത് കൊള്ളാത്. ഇത് നൈസാണ്. BMW-ലും പോർഷയിലും പിന്നെ ഹാൻഡ് ബ്രേക്ക് പറയാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ ജോസഫ് വരെ എല്ലാ ഇന്റർവ്യൂവിലും പുകഴ്ത്തുന്ന ഒരു വളരെ സുന്ദരമായ മനോഹരമായ ഒരു അങ്ങനെ പുകഴ്ത്തുന്ന ഒരു സ്ഥലമാണ്. എല്ലാവർക്കും അറിയാം, മൺട്രോത്തുരുത്താണ്. അപ്പം മൺട്രോത്തുരുത്ത് വരാൻ പറ്റുന്നവരൊക്കെ ഇടയ്ക്ക് വരിക. അത് മാത്രമല്ല, നമുക്ക് വന്നതിനെ പറ്റി നമുക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അത് തീർച്ചയായും കൊട്ടവയിലൊന്നും വരരുത്. ഒന്നാമത് ക്ഷീണിക്കാൻ ചെയ്യാൻ വേണ്ടി വെയിലുണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ പത വരും, വായിക്കൂടെ പത വരും. മുമ്പ് വന്ന അനുഭവമുള്ളതാണ് നമുക്ക്. അപ്പം നല്ല പത മാത്രമല്ല, പക്ഷെ അതിന്റെ കൂടെ തന്നെ നല്ല ഇളം കാറ്റ് നമ്മുടെ ദേഹത്ത് തെന്നി തഴുകുമ്പോൾ എന്തോ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നല്ല ഫീൽ ഉണ്ട്. ഞാൻ കല്യാണിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ബാക്കി യാത്ര തുടരുകയാണ്. ഇതിപ്പം നല്ലൊരു
രണ്ട് ക്യാപ്റ്റന്മാരും തമ്മിൽ എന്തൊക്കെയോ വഴക്കുണ്ടാവുകയാണ്. അവരെന്തോ കാറ്റിന്റെ ദിശയെ പറ്റി പറഞ്ഞാണ് അവരെന്തോ വഴക്കുണ്ടാകുന്നത്. ജസ്റ്റ് ക്യാപ്റ്റൻ തിങ്സ് മാത്രമാണത്. നമ്മളിത് ഇടപെടേണ്ട. ഇത് അവരുടെ ഒരു ഇതാണ്. ഐസ് ബ്രിഡ്ജ് ഇത് ഏതാണ്ട് അത് ഞങ്ങൾ ഈ പാലത്തിന്റെ നിങ്ങൾ കാണുന്നില്ല, ഈ പാലത്തിന്റെ അടിയിൽ കൂടെയാണ് ഞങ്ങൾ അതിസാഹസികരമായി അത് പറഞ്ഞേ പറ്റുള്ളൂ. തിരിച്ചു കാണുന്നതായിരിക്കും. അപ്പം പക്ഷെ നമ്മൾ ആക്ച്വലി ആ വിഷയം എടുത്തില്ല കേട്ടോ. ഇവിടെ വഴിയില്ല കേട്ടോ ക്യാപ്റ്റൻ. ഈ ഗ്യാപ്പിൽ പോകത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഇവിടെ ഒരു ഗ്യാപ്പാണ്. ഈ ഗൈസ് നിങ്ങൾ കാണുന്നത് ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അത് അപ്പുറത്തെ റോഡിനോട് പോയി കയറത്തേ ഉള്ളത് വേറെ സത്യം. റോഡ് മീൻസ് വെള്ളം. അപ്പം നമ്മൾ അതൊക്കെ നമ്മുടെ യാത്ര അത് ചലഞ്ചായിട്ട് നമ്മുടെ ക്യാപ്റ്റന്മാർ ഏറ്റെടുക്കുകയാണ്. വീണ്ടും ക്യാപ്റ്റന്മാർ തിങ്ക് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ വാഹനം വളഞ്ഞ് എങ്ങോട്ട് പോകുന്നു എന്നൊരു തോന്നലുണ്ട് ക്യാപ്റ്റൻ. നമ്മൾ ഒരു മികച്ച ഒരു ടർബുലൻസിൽ കൂടെ എന്താണ് ക്യാപ്റ്റൻ ബി മിസ്റ്റർ സൂര്യ കാണിക്കുന്നത്? ടർബുലൻസിലൂടെ പോകുമ്പോഴാണ് വേറെ സീറ്റ് ബെൽറ്റ് ക്യാപ്റ്റന്മാർ ആഞ്ഞ് ചവിട്ടി കിട്ടും. ഏതോ ഒരു കാട്ടിൽ കൂടെ ഇടിക്കാനൊക്കെ പോകുന്നു. ക്യാപ്റ്റൻ എന്തൊക്കെയോ കാണിക്കുന്നു. വൈസ് ക്യാപ്റ്റൻ എന്താണ് സംഭവിക്കുന്നത് അവിടെ? ക്യാപ്റ്റൻ കേൾക്കുന്നുണ്ടോ? ഇത് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിയുന്നില്ല. ഒരു കാട്ടിലേക്ക് നമ്മുടെ കപ്പൽ ഇടിച്ചു കയറിയതാണ്. ക്യാപ്റ്റന്റെ അണ്ണാക്കിലേക്ക് കമ്പുകൾ കയറുന്ന പോലെയാണ് തോന്നുന്നത്. വൈസ് ക്യാപ്റ്റൻ താങ്കൾ കേൾക്കുന്നുണ്ടോ? എന്താണ് ഇപ്പൊ അവിടുത്തെ നില? പ്രത്യേകിച്ച് നിലയൊന്നുമില്ല. ഞങ്ങൾക്ക് തരണം ചെയ്യാവുന്ന നിലയുള്ളൂ. ഞങ്ങൾ എന്തായാലും റിവേഴ്സ് എടുത്ത് വേറെ റൂട്ട് പിടിക്കും. പക്ഷെ മെയിൻ ക്യാപ്റ്റന്റെ വായിൽ നിന്ന് ചെറിയ പരുക്കോ വായിൽ നിന്ന് പറയൊക്കെ വന്നു നമ്മൾ ക്യാമറമാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങൾ പറയാനുള്ളത്? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു എന്ന് ഉറപ്പാക്കി തിരിച്ചു പോവുകയാണ്. ബുദ്ധിപരമായ നീക്കങ്ങൾ മാത്രം ചെയ്താൽ മതിയല്ലോ, മണ്ടത്തരം ചെയ്യണം. ബുദ്ധി എവിടെ എനിക്ക് മനസ്സിലായില്ല. എന്നാലും എങ്കിൽ തന്നെയും നിങ്ങൾ വിജയിക്കുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? തീർച്ചയായും. പുള്ളിക്കാരൻ ശ്രമം ഉപേക്ഷിക്കുകയാണ്. കാരണം പുള്ളിക്കാരനെ കൊണ്ട് പറ്റില്ല, പുള്ളിക്കാരന്മാരെ കൊണ്ട് പറ്റില്ല എന്ന്. പിന്നെ എന്തിനാണ് വണ്ടി റിവേഴ്സ് പോകുന്നത്? ഏകദേശം നമ്മൾ ഏതാണ്ട് ഒരു 2-3 മൈൽ ഇപ്പുറത്ത് വന്നു. അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ കൂടെ ഒരു സഹയാത്രികയുണ്ട്. പുള്ളിയുടെ ഒരു സുരക്ഷയെ മാനിച്ചാണ് ഞങ്ങൾ റിവേഴ്സ്. ഓക്കെ. പക്ഷെ ആ കൂടെ ബാക്കിലുള്ള പാസഞ്ചറിന് ധൈര്യം കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. പക്ഷെ ഇത് നല്ല ഒരു മഴക്കോള് പോലത്തെ നീല അന്തരീക്ഷമുണ്ട് ഇവിടെ. എങ്കിൽ തന്നെയും നമ്മൾ ക്യാപ്റ്റന്മാര് ഇവിടെ ഇത്രയും വെള്ളം പോലത്തെ അവിടെ വേറെ വെള്ളം കുഴിച്ചെടുക്കുന്നു. അയ്യേ എപ്പോ പോടാ എടാ മണ്ട അങ്ങോട്ട് പോടാ. ആ സോറി, ഞങ്ങളുടെ റഡാർ സിസ്റ്റം കുറച്ച് ഇവരുടെ മാപ്പിന് എന്തോ പറ്റി. സോ ഇവരിപ്പോ ദിശ മാറുകയും വണ്ടി എവിടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം ഒന്നും സംസാരിക്കാനാവാതെ മെയിൻ ക്യാപ്റ്റൻ ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. കാരണം പുള്ളിക്കാരൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വണ്ടി വീണ്ടും വളഞ്ഞ് എവിടെയോ പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി ഫുള്ള് മെയിൻ ക്യാപ്റ്റൻ വൈ ആ പുള്ളിയാണ് നോക്കുന്നത്. ഞാൻ സൈഡില് വൈസ് ക്യാപ്റ്റനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പിടിച്ച് തിരിക്കുന്നല്ലാണ്ട് പുള്ളി ഇപ്പോഴും നിലതെറ്റി വണ്ടി റിവേഴ്സ് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇവർ തമ്മിലൊരു കൺഫ്യൂഷനാണ്. ക്യാപ്റ്റനാണോ വൈസ് ക്യാപ്റ്റനാണോ എന്തോ ഒരു തർക്കത്തിലാണ് ഇവര് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഇവർക്ക് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താണ്ടെ വളഞ്ഞ് ബാക്കിലിരിക്കുന്ന പാസഞ്ചറിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് സാഹസികമായി രക്ഷപ്പെട്ടു, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്കിൽ തന്നെ ഇവരുടെ ഒരു എന്താ പറയുക ഡ്രൈവിംഗ് പോരാ എന്ന് ആണ് പുള്ളിക്കാരൻ പറയുന്നത്. ഡ്രൈവിംഗ് പോരാന്ന് ആദ്യമായിട്ടാണ് ഒരുത്തൻ പബ്ലിക്കിൽ ഇങ്ങനെ പരസ്യം. അതെ അത് കാര്യം അത് പാസഞ്ചർ പറഞ്ഞാണ് മിസ്റ്റർ. ഇത് ഞാൻ രേണു വീട്ടിൽ പോയിരുന്നു. അപ്പൊ നമ്മളിപ്പോ വേറൊരു വഴി കൂടെ, ഇത് അത്യാവശ്യം സാമാന്യം തിരക്കില്ലാത്ത നല്ലൊരു സൂപ്പർ വഴിയാണ്. ഈ കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? പോച്ച. കാട് എന്ന് പറയുമ്പോൾ പച്ചപ്പ്. അപ്പൊ ആ പച്ചപ്പിലൂടെ നമ്മൾ പോവുകയാണ്. ഇപ്പൊ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വെള്ളത്തിനും ആകാശത്തിനും എന്തിന് ഇലകൾക്കും പറക്കുന്ന കിളികൾക്ക് പോലും പച്ച നിറമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തത്തുമ്മ
ഇത് എവിടേക്കോ തിരിഞ്ഞത് നേർദിശയിലല്ല പോകുന്നതെന്നൊരു തോന്നലാണ് ഇപ്പൊ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയോ ഇടിക്കാൻ പോവുകയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ പ്ലാൻ ചെയ്യുകയാണ്. ഇതിന്റെ ഇടയ്ക്കൂടെ ഏതാണ്ട് എന്തൊക്കെയോ മരം ഒടിഞ്ഞ് തലമണ്ടേ വീണു. ഇപ്പം ക്യാപ്റ്റൻ കൺഫ്യൂഷനിലാണ്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ വൈസ് ക്യാപ്റ്റനെ കുറിച്ച് പറയാമെങ്കിൽ പുള്ളിക്കാരന് ടെൻഷനൊന്നുമില്ല. പക്ഷെ വണ്ടി എങ്ങോട്ടോ പോയിച്ച് പാസഞ്ചർ എന്തോ സംഭവിക്കാൻ പോണെന്നു എന്ന് തോന്നൽ. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എങ്ങോട്ടാ ഇതെന്ത് കാണിക്കുന്നത് അമ്മേ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സംഭവിച്ച പൊക്കട അങ്ങോട്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ എവിടെയോ തട്ടി. ഇപ്പൊ നമുക്ക് നേരെ എങ്ങോട്ടാ പോകണ്ടേന്നൊരു കണ്ടാ അവിടുന്ന് ഒരു വെള്ളം തോ പോകുന്നു. ഇങ്ങോട്ടാണ് വന്ന തെണ്ടി. ക്യാപ്റ്റൻ റിവേഴ്സ് തിരിച്ചോടി അങ്ങോട്ട് ഇടാ ക്യാപ്റ്റൻ. അങ്ങോട്ട് തിരിച്ച് ഫ്രണ്ടിലോട്ട് അല്ല അങ്ങോട്ടാ റൈറ്റ് സൈഡിലോട്ട്. ചവിട്ടറാ ചവിട്ടറ വൈറ്റ് ക്യാപ്റ്റൻ. തിരിച്ചോട്ട്. ഇതിപ്പം പാസഞ്ചർ ക്യാപ്റ്റന്മാർക്ക് പറഞ്ഞ അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ദിശയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇത് ഒരു ഒരു റിയൽ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വെള്ളത്തിലൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ നാറും. അതാണ് വേറൊരു വിഷയം ഇതിനകത്ത്. ഇതിപ്പം പാസഞ്ചറുടെ സഹായം ക്യാപ്റ്റന്മാർക്ക് രണ്ടുപേർക്കും വേണ്ടി വന്നു എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചത്. വീണ്ടും പാസഞ്ചറിന്റെ സഹായമില്ലാതെ വണ്ടി പോകില്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റന്മാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. മുതലാകുന്നുള്ള കോമഡി ആയിരിക്കും. ഇതൊരിക്കലും ക്യാപ്റ്റന്മാരെന്ന് പറയാൻ പറ്റില്ല. പുറകിലുള്ള പാസഞ്ചർ എന്തൊക്കെയോ ചെയ്തോ വീണ്ടും പുറകിലുള്ള പാസഞ്ചർ എന്തൊക്കെയോ സഹായം ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതെന്നാണ് ഇപ്പൊ അറിയാൻ കിട്ടിയിരുന്നത്. മിസ്റ്റർ സൂരിത് ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ എന്താണ് പറയാനുള്ളത് ഇതിനകത്ത്? ഡെയിലി ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, ഇതിലും വലുത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോ കണ്ടു. ആ തീട്ടം കളിക്കാൻ വെള്ളത്തിലങ്ങനെ വീണത് നീ എന്ത് ചെയ്തതാ? താങ്കൾ റൂഫ് ഒന്ന് മാറ്റിയെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നെറ്റിലും പറ്റി നോക്ക്. എന്റെ പേര് തോന്നറാ നമ്മുടെ വെള്ളത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് സാമ്പ്രാണിക്കൊടി. അതിനൊക്കെ സാധനം അകത്തുണ്ട്. അവിടെ നിൽക്കാം, വണ്ടി പറക്കിട്ട് നിൽക്കാൻ പറ്റും റോഡിൽ വെള്ളത്തിൽ. നമ്മളുടെ അല്ല നമുക്ക് ആ വഴി പോകാൻ പറ്റും. ആ വഴി പോകാൻ പറ്റും നമുക്ക്. പണ്ട് ക്യാപ്റ്റൻ, സോറി ക്യാപ്റ്റൻ, ഇതൊരു ജസ്റ്റ് ഒരു സന്ദേശം എന്ന ഓരോ കമ്പും കുളിച്ചക്കാരുണ്ട്. ചവിട്ടണത് കുറെ ചവിട്ടുണ്ട്. അവിടെയാണ് അമ്മ ഇറങ്ങിക്കോളെ. അവിടെ ഇറങ്ങിക്കോ പോകുന്നുണ്ട്. നമുക്കിനി 3 മണിക്കൂറുണ്ട്. കുഴപ്പമില്ല, അരമണിക്കൂർ കൂടിയാൽ നമുക്ക് 50 രൂപ കൊടുത്താൽ മതി. ഇവിടെ വിടും. അപ്പൊ നമ്മളിങ്ങനെ വൈസ് ക്യാപ്റ്റൻ ഒറ്റ അവിടെ വഴി തീരാൻ തോന്നുട്ടോ. അവരെന്തോ കാര്യമായിട്ട് എന്തോ ഇന്നത്തെ സീരിയലിലെ കഥ എന്തോ പറയാണ്. അവരെന്തോ ഒരു അത് പറഞ്ഞു നമുക്ക്. ഇവരെന്തോ അവിടെ എന്തോ ബാക്കിലെ പാസഞ്ചർ അവിടെ എന്തോ ഒരു കാഴ്ച കണ്ടിരിക്കുന്നു. നമ്മളെന്തോ ചാവാൻ പോവാന്നൊരു പേടി. അവിടെ വഴി കഴിഞ്ഞ റൈഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻ വെക്കണമെന്ന് സീറ്റിന്. അതെ തന്തെടുത്ത് പറയാം കേട്ടാ.
നമ്മൾ സമരം ചെയ്യണം. നാളെ നമുക്ക് ഫ്ലൈ ചെയ്യണ്ട കേട്ടോ. എന്തത് മത്സ്യബന്ധനം നോക്കുകയോ? ഓക്കെ, നമ്മളിപ്പം ഏകദേശം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഉൾക്കാട്ടിലേക്ക് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും എന്തോ പത വന്നു എന്ന് തോന്നുന്നു. ഡിക്ലെയർ ചെയ്യാൻ സമയമായോ? ഡിക്ലെയർ ചെയ്യാൻ സമയമായിട്ടില്ല. ഡിക്ലെയർ ചെയ്യാൻ സമയമില്ല. അവിടെ വഴി തീരുവാണോ എന്ന് ഡൗട്ട് ഉണ്ട്. ഇവിടെ വഴി തീർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പാസഞ്ചറിന് എന്തോ ഒരു സാക്ഷൻ ഞാൻ പറയട്ടെ. കുറച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് റൂട്ട് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാമായിരുന്നു. എങ്ങോട്ട് ചവിട്ടുന്നു? അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എയർ ഇന്ത്യക്കാർ പിന്നോട്ട് ഇത് ഏതല്ലാട്ടോ, ഇത് വേറെ. അതങ്ങോട്ട് ഈ വഴി ഇവിടെ വഴിയുണ്ടോ? മാപ്പ് സാർ, മാപ്പ് ഉണ്ടോ പറഞ്ഞ? അവിടെ വഴി പോലില്ല, അതിന് പോയി. കറുപ്പിന്റെ കമ്പുണ്ടാ? കറുപ്പിന്റെ കമ്പ് നോക്കണ ഗൈസ്. ഇതാണ് നമ്മുടെ കറുപ്പന്റെ ഒരു കമ്പൂടെ കുത്തി വെച്ചേക്കുന്നു. സോ ഈ സാമാനം പിടിച്ച് അങ്ങോട്ട് തിരികെ ഓരോ മെയിൻ ക്യാപ്റ്റനാന്ന് പറഞ്ഞു വന്നിരുന്നോളൂ. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പാസഞ്ചർ ഡീറ്റെയിൽസ് എടുത്തിട്ട് പാസഞ്ചറിന്റെ വീണ്ടും പാസഞ്ചർ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. പാസഞ്ചർ ഹെൽപ്പ് ചെയ്ത് യൂട്ടേൺ ഇറക്കി തിരിച്ചിരിക്കും. ബോധവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പാസഞ്ചേഴ്സിനെ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറ്റാതിരിക്കുക. അതാണ് ക്യാപ്റ്റൻസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള മൊണ്ണ പാസഞ്ചേഴ്സിനെ വെച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു റൈഡ് ആരംഭിക്കരുത്. വെരി ഡിസ്കസ്റ്റിംഗ്. ഓക്കെ, ഞങ്ങൾ അടുത്ത അങ്ങോട്ട് വഴി ഉണ്ടായാലും ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. വഴിയില്ല, ഇവിടെ വഴിയില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. സോ ഞങ്ങൾ ഈ കാണുന്ന ഞങ്ങൾ ഒരു 300 മീറ്ററിനപ്പുറമാണ് ആ വഴി കാണുന്നത്. സോ ഞാൻ എൻ്റെ ക്യാമറേൻ്റെ മന്ദബുദ്ധിയായ പാസഞ്ചേഴ്സിന് കൈമാറും. ഓക്കെ, ക്യാപ്റ്റൻ ഫുഡ് കഴിച്ചായിരുന്നു? ക്യാപ്റ്റൻ പറഞ്ഞാണ് കൊല്ലടാ സൂചിച്ചാ കാലെടുത്ത സമരത്തിൽ ആ മുതലയുടെ കണ്ണ് കാണിച്ചു കൊടുക്കും. മുതലയുടെ കണ്ണ് എന്ന് പറയുമ്പോൾ ഏകദേശം എന്താണെങ്കിൽ ഇത് മുതലയുടെ കണ്ണാണ്. മുതലാണോ? ആക്ച്വലി മുതലാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾക്ക് വിഷയമില്ല. കാരണം ഞങ്ങൾ അറിയാലോ, ആർക്കും നീന്താൻ അറിയത്തില്ല. ഈ ജാക്കറ്റുള്ള വെള്ളത്തിലാണ് ഇവന്മാര് വെള്ളത്തിൽ ഇറങ്ങുന്നുള്ളതാണ് വേറൊരു കോമഡി. ഒരു ഫാൽക്കൺ ചിറക് അപ്പുറത്താണ് സംഭവം. ഇത് നമ്മള് അങ്ങോട്ട് ഒരു വണ്ടി വന്നില്ല. ആ വണ്ടി അപ്പുറത്തോടെ പോകാൻ പറ്റത്തില്ല. അല്ലെ പിന്നെ അത് ബ്രേക്ക് ചെയ്യണം. മുമ്പ് അവൻ അച്ഛനെ വിളിച്ചോ വണ്ടി 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 ഫാസ്റ്റ് 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 ഫാസ്റ്റ്. ഇവിടെ ഞങ്ങൾ നടുക്കായലിൽ ഒരു ചേഞ്ച് നടത്തുകയാണ്. ഇതൊരു ചലഞ്ചിങ് ആണ്. സൂര്യ ക്യാപ്റ്റൻ നയിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ മെയിൻ ക്യാപ്റ്റൻ ക്ഷീണിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാൻ ബ്രേക്കിനായിട്ട് ബാക്കിലോട്ട് പോയിക്കോണം. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ എം സ്റ്റിൽ ഓൺ. ഞങ്ങൾ റൂഫ് ഓട്ടോമാറ്റിക് ആണ്, പക്ഷെ അത് താന്നു പോണത് ഓട്ടോമാറ്റിക് അല്ല. അതുകൊണ്ട് ഞങ്ങൾ കെട്ടി വെക്കേണ്ടി വരും. സോ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഓക്കെ ഓക്കെ ടൈ ചെയ്യേണ്ടി വരും. ടൈ ചെയ്യേണ്ടി വരും. ഉരുകിപ്പോയാ എന്നാൽ താത്തു വയ്ക്കും. ഓണൊക്കെയുണ്ടോ?
ഇതിപ്പോ നമുക്ക് ഇപ്പോഴാണ് ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഒരു വലിയ എന്തോ ഒരു കപ്പൽ പോലത്തെ എന്തോ സാധനം ഇതൊക്കെ നിയന്ത്രിച്ചാണ് നമ്മള് തീർച്ചയായും നമ്മളിപ്പം എക്സസൈസ് ആണ് അത് നമ്മൾ പറയാൻ പറ്റുമോ പാലത്തിന്റെ അടിയിൽ കൂടെ നമ്മൾ ക്യാപ്റ്റൻ പോയി വൈസ് ക്യാപ്റ്റൻ പാസഞ്ചർ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാണോ ബ്രിഡ്ജാക്കാം. അപ്പോൾ നമ്മളിപ്പം ഏകദേശം നമ്മളൊരു 10-4 പദവി വന്നു. ആരും നമ്മൾ കാണിച്ചിട്ടില്ല, നമ്മൾ ആരെയും തന്നെ കാണിച്ചിട്ടില്ല. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു ആർച്ച് കണ്ടോ, കണ്ടൽക്കാടെന്ന് പറയും. ഇതാണ് മൺട്രോത്തുരുത്ത് കണ്ടൽക്കാട്. ഇത് കാണാൻ 15 മിനിറ്റ് ബാക്കിയുള്ളൂ. അത് വിഷയമല്ല, ഇത് കാണാൻ വേണ്ടിയാണ് ഇവിടെ കൂടുതലും ടൂറിസം വരുന്നത്, ഈ കണ്ടൽക്കാട് കാണാൻ വേണ്ടി. പക്ഷേ എങ്കിൽ നമ്മളതിന്ന് കീഴടക്കും. തീർച്ചയായും ഇപ്പൊ അത് നമ്മൾ ലക്ഷ്യസ്ഥാനം ഏകദേശം പോകുന്നത്. നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ നമുക്കിപ്പം ആ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് അപ്പുറത്ത് പോകണം. ഈ ആർച്ചിന്റെ അകത്തൂടെ നമുക്ക് പോകാൻ പറ്റും. ടഫാണ്, നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്നാണ്. പക്ഷെ ഇത് നീങ്ങുന്നില്ല എന്നൊരു മറ്റൊരു ചവിട്ടണം അങ്ങോട്ട്. എന്ത് നീ കാണിക്കുന്നത്? ഇതൊന്ന് മാറ്റി വയ്ക്കും, കാരണം ഇത് കാറ്റ് പിടിക്കുന്നു. കാത്തു വയ്ക്കും, അത് അഴിച്ച അല്ലെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് നമ്മള് ലക്ഷ്യസ്ഥാനത്തിലേക്ക് ക്യാപ്റ്റന്റെ ഇടയ്ക്ക് ചില കുസൃതികള് സ്ഥലത്തറയുമ്പോ അവന് സെൽഫി എടുക്കണം. സോ ഞങ്ങൾ കാത്തുകൊണ്ടിരുന്ന കാത്തിരുന്ന ആ അദുലഭ നിമിഷത്തിലേക്ക് നമ്മളെത്തി. എന്തുകൂടെ ഇത്? ഇതൊരു ഭയങ്കര വലിയ സംഭവമാണ്. പ്രകൃതിയുടെ ഒരു കുസൃതിയാണ്. ക്യാപ്റ്റൻ താങ്കൾ ഇവിടെ ക്രോസ് ഇട്ടോ പ്ലീസ്. സത്യം പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു കുസൃതിയില്ലേ ഇത്? നല്ലൊരു തണുത്ത പച്ചപ്പ് ഊഷ്മളത. നമ്മളിവിടെ പാർക്ക് ചെയ്ത് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ലൊക്കേഷൻ നല്ല കാറ്റ് വരുന്നത് ഞങ്ങളിവിടെ പാർക്ക് ചെയ്തേക്കാം. സോ പാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് വേറെ ഒരു ടിക്കറ്റ് ആവശ്യമില്ല, ജസ്റ്റ് ഒരു സോ നിങ്ങൾ എപ്പോഴെങ്കിലും മൺട്രോത്തുരുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക, നിങ്ങളോട് വരിക. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ എഴുതിട്ടില്ല അമ്മേ. സോ നിങ്ങൾക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്ത് വന്നാൽ മതി കണ്ടൽക്കാടിലെത്താനായിട്ട്. ലിങ്ക് ഇട്ടത് ക്യാപ്റ്റൻ എന്തെങ്കിലും പറയാനുണ്ടോ? ആ ക്യാപ്റ്റൻ സോറി വൈസ് ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റൻ കാണിച്ചതാണ്. വൈസ് ക്യാപ്റ്റന്റെ ഇടയിൽ കൂടെ കണ്ടു. കുറച്ച് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് നമ്മളിപ്പോൾ ഊണുകടയിൽ ഇടിച്ചു കയറാൻ അവൾ ചെന്നാൽ അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണം. അപ്പൊ നമുക്ക് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ സാധനം കൊണ്ട് തിരിച്ചു കൊടുക്കണം. അപ്പൊ മനസ്സ് വരുന്നില്ല. അവരെ കണ്ണ് വെട്ടിച്ച് ഞങ്ങൾ ഇവിടെ ഒരു കാറ്റിന്റെ കൂട്ടെ വന്ന് ഒളിച്ചിരിക്കുകയാണ്. അതാ ഇതേപറ്റി പറയാമെങ്കിൽ വെയിലുണ്ട്, നല്ലൊരു കാറ്റ്, നല്ല സുഖം. ഇവിടെ ഒരു കട ഇവിടെ കടയിലല്ല, തിരിച്ചു വിട്ടണം. സോ ഞങ്ങളുടെ ക്യാപ്റ്റൻ, അതായത് എക്സ് ക്യാപ്റ്റന് ഒരു വലിയൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ കൊക്കപ്പോയിന് വളർത്തുന്നു. വന്നിട്ട് കുറച്ച് പപ്പടോടെയും ഒരു പാക്കറ്റ് പപ്പടോട, 2 പാക്കറ്റ് കപ്പലണ്ടി, 2 സമൂസ, 1 ക്രീം ബൺ. അത് നീ വരുന്നതിന് മുമ്പ്, അത് അളിയാൻ വരുന്നതിന് മുമ്പ് 1 നാരങ്ങോളം, സോഡ നാരങ്ങോളം എല്ലാം കയറ്റി കണ്ണാടി ഇട്ട് ചിരിച്ചോണ്ടിരുന്നിട്ട് ആവശ്യക്കുന്നുണ്ട്. അതുപോലൊരു സെൽഫി എടുത്തിട്ട് അവർക്ക് അതുപോലൊരു സെൽഫി എടുത്ത്
എന്നെ കാണുന്നില്ല. ഞങ്ങളാ മെയിൻ. രണ്ടുപേരും ഓക്കെ, ഞങ്ങൾ വണ്ടി പതുക്കെ വളയ്ക്കുകയാണ്. ഞങ്ങൾക്ക് പോകാൻ സമയമായി. അപ്പോൾ ഇത് ഏതാണ്ട് നല്ല കൊള്ളാം കേട്ടോ. ഈ പെട്ടെന്ന് നമ്മൾ നേരത്തെ വിചാരിച്ചിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ കൊള്ളാം, ഇത് വണ്ടിയാണ്. ഇതൊരു ഇപ്പം നമുക്ക് ഏകദേശം ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം 1.5 കിലോമീറ്ററോളം നമുക്ക് പോകണം അങ്ങോട്ട്. അതെ, നിങ്ങൾ ആ കാണുന്ന കര കണ്ടു. കര വരെ നമുക്ക് പോകണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ തോന്നില്ല. നല്ല രസമുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഫ്ലെക്സ് ചെയ്യുകയാണ്. ആക്ച്വലി ഇത് കറക്റ്റായിട്ട് പറയുന്നത് ഈ അന്തരീക്ഷം നമുക്ക് വിട്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ വിശപ്പ് രണ്ട് കാര്യങ്ങൾ. ഒന്ന് വിശപ്പ്, രണ്ടാമത്തെ ഫിനാൻഷ്യലി വിശപ്പ്. ഒന്ന് തണ്ട ഈ വിശപ്പ് ഭയങ്കര വിശപ്പുള്ള കൂട്ടത്തിലാണ്. ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അടുത്ത മഴക്കുള്ളിൽ നമ്മൾ സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭയങ്കര വലിയൊരു മഴയാണ് വരാൻ പോണത്. മഴ വരുന്നതിന് മുമ്പ് കര പിടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. തരാൻ പറഞ്ഞു പോയി. അത്യാവശ്യം കിട്ടുന്ന വ്യൂ ആണ്. മഴ ചാറുന്നതുകൊണ്ട് ഞങ്ങൾ കേൾക്കൂര പിടിച്ചിട്ടേക്കാണ്. കാറ്റും പിടിക്കുന്നുണ്ട്. ഞങ്ങൾ കരയെത്തുവാണെങ്കിൽ വീഡിയോ യൂട്യൂബിൽ വരും. ഓക്കെ, ബൈ.